اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 61ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വച്ചത് അപമാന വൃക്ഷത്തിന്റെ ശാഖകൾ അത് ഉയർന്നിട്ടില്ല അല്ലെങ്കിൽ വളർന്നിട്ടില്ല, ഇല്ല അല ബദിരി തൊമ എന്നാ പറഞ്ഞു, മോഹവിത്തിന്റെ മേലല്ലാതെ. അപ്പോ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ മോഹമാകുന്ന ഒരു വൃക്ഷം വളർന്നു കഴിഞ്ഞാൽ അതിന്റെ പര്യവസാനം എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു? അപമാനം അല്ലെങ്കിൽ നിന്ദ്യത മാത്രമേ ഒരു മനുഷ്യന് ഉണ്ടാക്കുള്ളൂ. ഇനി ഈ ഒരു മോഹം ഉണ്ടല്ലോ, ഈ മോഹമാണല്ലോ ഒരു മനുഷ്യൻ അവസാനം എന്തുണ്ടാക്കണത്? നിന്ദ്യത ഉണ്ടാക്കണത്. ആ മോഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മാ കാതക, നിന്നെ നയിച്ചിട്ടില്ല, ഷൈഉൻ, ഒരു വസ്തുവും, മിസുലുൽ വഹ്മി, ഊഹം പോലത്തെ ഒരു വസ്തുവും നിന്നെ നയിച്ചിട്ടില്ല. എന്തിലേക്കെന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞതായ മോഹത്തിലേക്ക്. അപ്പോ തൊമ, ഒരു മനുഷ്യനെ മോഹത്തിലേക്ക് നയിക്കുന്നത് ഊഹമാണ്. ഇവിടെ ഊഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ യഖീൻ എന്ന് കേട്ടുകൊണ്ടല്ലോ. യഖീന് ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ യഖീൻ എന്ന് പറയും. യഖീൻ എന്ന് പറഞ്ഞാൽ ദൃഢവിശ്വാസത്തിനേക്കാണ് നമ്മൾ യഖീൻ എന്ന് പറയാം. ആ യഖീനിന്റെ പല ഐറ്റം ഉണ്ട്. ഈ ഇതിന്റെ യഖീനിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വഹ്മ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വിഷയത്തിൽ ഒരാൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതിന് യഖീൻ എന്ന് പറയും, അല്ലെ? അതിൽ സംശയമാണെങ്കിൽ പൗതി എന്നാ പറയാം. അതിൻ്റെയും താഴെയാണ് ശരിക്കും ഏത്? ഈ വഹ്മ് എന്ന് പറഞ്ഞ സാധനം. അത് ഒരു മനുഷ്യനെ വലിയ അപകടത്തിലേക്കാണ് എത്തിക്കുക. കാരണം പലതിനെ കുറിച്ച് നമുക്ക് പല ഊഹങ്ങളുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു, ത്വമ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയം അള്ളാഹു അല്ലാത്തതിലേക്ക് തിരിയലാണ്. അതെങ്ങനെ ഉണ്ടാകണത്? നമുക്ക് ചില ആളുകളെ കുറിച്ചുള്ള ഊഹങ്ങളിലൂടെയാണ് നമുക്ക് ഉണ്ടാകുക. ഇപ്പൊ ഉദാഹരണം പറയാണ്, എനിക്കിപ്പോ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ ഇന്ന ആളെ സഹായം വേണം. ഒരു മനുഷ്യനെ പ്രതീക്ഷ വെച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളിലും എന്ത് ചെയ്യുക? ചിന്തിക്കുക. അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ മനുഷ്യനെ ഭയപ്പെടുക. അതൊക്കെ നമ്മൾ എന്തിലേക്ക് കൊണ്ടുപോകുള്ളൂ? ഒരു നാശത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതൊരു വ്യക്തിക്കും ഒരു വിഷയത്തിൽ യഖീൻ ഉണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങൾ ബോധ്യപ്പെടണം. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു, അസദുൽ ഇലാഹി എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര്, അള്ളാഹുവിന്റെ സിംഹം. നമ്മൾ അസദുൽ ഇലാഹി റളിയല്ലാഹു എന്നൊക്കെയുള്ള പാട്ട് കേട്ടുകൊണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഒരു പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നത് ശത്രുക്കൾക്ക് വലിയൊരു ആഘാതായി. കാരണം ഹംസ റളിയല്ലാഹുവിനും ഉമർ റളിയല്ലാഹുവിനും ഇസ്ലാമിലേക്ക് വന്നപ്പോഴാണ് മുസ്ലിങ്ങൾക്ക് ഒരു പവർ വന്നത്, അല്ലെ? ഒരു ഭാഗത്ത് ഹംസ റളിയല്ലാഹുവിനും ഒരു ഭാഗത്ത് ഉമർ റളിയല്ലാഹുവിനും നടുവിൽ അള്ളാഹിന്റെ റസൂലും, അല്ലേ? എന്നിട്ട് കഅബാലയത്തിലേക്ക് ഒരു മാർച്ചൊക്കെ നടക്കണ്ടായി. അപ്പൊ ഹംസ റളിയല്ലാഹുവിന് ഇസ്ലാമിലേക്ക് വന്നിക്കണെങ്കിലും ഒരിക്കൽ അള്ളാഹിന്റെ റസൂലിനോട് ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പല തവണ അങ്ങയുടെ അടുക്കലേക്ക് ജിബ്രീൽ വരുന്നുണ്ട്, ദിവ്യ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇനി ജിബ്രീൽ വരുമ്പോ നബി എനിക്കൊന്ന് കാണാനുള്ള ഒരു നിങ്ങൾ കാണിച്ചു തരുമോ? അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, അത് ഒരു പക്ഷെ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ മീതയാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ അല്ല, എനിക്കൊരു യഖീന് കിട്ടാനാണ്, ഒരു തുമഈനത്ത് കിട്ടാനാണ്. ആയിക്കോട്ടെ, എന്നാ ഞാൻ എന്ത് ചെയ്യാ, ഇനി ജിബ്രീൽ വരുന്ന സമയത്ത് ഞാൻ അറിയിക്കാം. റൂഹുൽ ബയാനിലെ ആ സംഭവമൊക്കെ വിശദമായി പറയുന്നുണ്ട്.
അങ്ങനെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹിയുമായി വരുമ്പോ റസൂലുള്ളാഹിക്ക് വഹി വരുന്ന സമയത്ത് സ്വഹാബികൾക്ക് തന്നെ മനസ്സിലാവും റസൂലുള്ളാഹിന്റെ മുഖത്ത് ഒരു ഗൗരവം ഉണ്ടാവും, മുഖം ചുവക്കാറുണ്ട്, നെറ്റിത്തടം വിയർക്കലുണ്ട്, റസൂലുള്ളാഹിക്ക് തന്നെ ഒരു ഭാരം അനുഭവം പല രൂപത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ വഹി വരുന്നുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ സമയത്ത് അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഹംസ എവിടെയാണ്? അപ്പോ ഹംസറുല്ലാഹു നബിയെ, അനദായ റസൂലുള്ള നബിയെ, ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെ മുന്നോട്ട് വാന്ന് പറഞ്ഞ അള്ളാന്റെ റസൂല് ഹംസ റളിയല്ലാഹുവിന്റെ മുൻപിലേക്ക് ഇരുത്തിയിട്ട് കണ്ണ് ചിമ്മിയിട്ട് തുറക്കാൻ വേണ്ടി പറഞ്ഞു. കണ്ണ് ചിമ്മി തുറന്നിട്ട് ഒരു വാതിയിലേക്ക് അള്ളാന്റെ റസൂല് നോക്കാൻ വേണ്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു കണ്ണ് തുറന്നിട്ട് റസൂലുള്ള കാണിച്ചു കൊടുത്ത വാദിയിലേക്ക് നോക്കിയപ്പോ ജിബ്രീലിന്റെ കാൽപാദമാണ് കണ്ടത്. അതോടുകൂടെ ഖർറ മഗ്ശിയ, ബോധം കിട്ടുപോയി. പക്ഷെ ബോധം കിട്ടുപോയെങ്കിലും ആ ബോധത്തിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ തെളിഞ്ഞത് അചഞ്ചലമായ വിശ്വാസത്തോടു കൂടെയാണ്. ചില കാര്യങ്ങൾ നമ്മളെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് അറിയും. ചില വിഷമങ്ങൾ ഉണ്ടല്ലോ, നമുക്ക് വിഷമങ്ങൾ വരുമ്പോ ചിലത് നമ്മളെ ഹൃദയത്തിനെ ബാധിക്കൂല, ചിലത് ഹൃദയത്തിനെ വല്ലാതെ ബാധിക്കും. അതേ ഇക്കാരം പിന്നെ നമുക്ക് പല രോഗകാരണങ്ങൾ ഉണ്ടാകാം. ബഹുമാനപ്പെട്ട മുഹമ്മദുൽ മുഖ്താർ ഷിങ്കീത്തി എന്ന് പറയുന്ന മഹാണ്ട് റസൂലുള്ളാഹിനോട് മഹബത്ത് വെച്ചിട്ട് അങ്ങനെ രോഗം ബാധിച്ച ആളാണ് ആര്? മുഹമ്മദ് മുഖ്താർ. ഇൻസാനുൽ കമാൽ എന്ന് പറയുന്ന മൗലിദിന്റെ മുസന്നിഫാണ് ബഹുമാനപ്പെട്ടവർ. ചില കാരണങ്ങൾ നമ്മളെ പലതിലേക്കും എത്തിക്കും. ഇതേ സംഭവം ആർക്കുണ്ടായിട്ടുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ടവര് ആ ഒരു ബോധക്ഷയത്തിൽ നിന്ന് തെളിഞ്ഞത് വിശ്വാസം കൂടിയിട്ടാണ്. അത് അള്ളാന്റെ റസൂൽ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുള്ളൂ, മനസ്സിലെ ആ ഒരു വഹമുണ്ടല്ലോ അതങ്ങോട്ട് നീങ്ങുള്ളൂ. ഇപ്പൊ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ. വൈദ് ഖാല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം, റബ്ബി അരിനി കൈഫ തുഹീൽ മൗത, അള്ളാഹുവേ എനിക്ക് മരിച്ചവരെങ്ങനെ ജീവിപ്പിക്കുക എന്നുള്ളത് എനിക്കൊന്ന് കാണിച്ചു തരുമോ? കാല അള്ളാഹു താല പറയണേ, അവലം തുഅ്മിൻ, അപ്പൊ നിങ്ങൾക്ക് വിശ്വാസല്ലേ ഇബ്രാഹിം നബിയെ? ബഹുമാനം വലാക്കിൻ ഉണ്ട് അള്ളാഹുവേ ലിയത്മഇന്ന ഖൽബി, എന്റെ കൽബിനൊക്കെ ഒരു സമാധാനം കിട്ടണം, കൽബിനൊക്കെ ഒരു തുമഇനീനത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാല ഫഖുദ് അർബഅത മിന ത്വയ്ർ, 4 പക്ഷികളെ പിടിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ? എന്നിട്ട് ആ 4 പക്ഷികളുടെ അറുത്തിട്ട് അതിന്റെ മാംസം ഒരുമിച്ച് കൂട്ടിയിട്ട് 4 മലയുടെ മുകളിൽ വെക്കാൻ വേണ്ടി പറഞ്ഞു. ഇതിന്റെ ബാക്കി വിഷയത്തിൽ അതാ പറയണത് അല്ലേ? എന്നിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി 4 പക്ഷികളും പറന്നു വരുന്നു പറഞ്ഞു. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൽ പറയണം. ഇവിടെ ഈ 4 പക്ഷികൾ ഏതാണെന്നുള്ളതിൽ പണ്ഡിതന്മാര് പല അഭിപ്രായക്കാരാണ്. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളെ വീട്, പഴയ വീട് കണ്ടിട്ടില്ലേ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടവര് 4 പക്ഷികൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിക്കണം. അർബഅതും മിന തുയൂരി തയ്യിറുൻ തഊസുനാദീകുൻ ഖുറാബുൻ നസ്റു എന്നൊരു ബൈത്തുണ്ട്. 4 പക്ഷികളുടെ സ്വഭാവം ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അറക്കാൻ പറഞ്ഞത്. ഈ 4 പക്ഷികളുടെ സ്വഭാവമാണ്. അത് അറുത്തുപോയാലേ ഹൃദയത്തിൽ എന്തുണ്ടാവുള്ളൂ? ഒരു ദൃഢത, യഖീന് ഒരാൾക്ക് കൈവരുള്ളൂ, തുമഇനീനത്ത് ഉണ്ടാവുള്ളൂ. അത് വഹ്മിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ വിഷയത്തില് നമ്മളിപ്പോ ഒരുപാട് മൗല്യന്മാരല്ലല്ലോ, ഒക്കെ സാധാരണക്കാരല്ലേ. അപ്പൊ അവർക്ക് അനുസരിക്കുന്ന രൂപത്തിലാണ് ഈ വിഷയം പറയണത്. ഇബ്നു അജീബ തങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. അത് ഒരു പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അപ്പൊ 4 പക്ഷികളുടെ സ്വഭാവം നമ്മൾ ഇന്ന് ഇല്ലായ്മ ചെയ്താൽ മതി. അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യും? 4 പക്ഷികളെ പിടിച്ചിട്ട് അറക്കും. ആ അറക്കൽ എന്താണ്? ഈ 4 സാധനങ്ങളെ ഇല്ലാതെയാക്കലാണ്. ഈ 4 പക്ഷികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ത്വാഊസാണ്, മയിലാണ്. മയിലിനെ അറക്കാൻ പറഞ്ഞാൽ എന്താണ്? മയില് എന്ന് പറയുന്ന ജീവിക്ക് അഹങ്കാരം എന്ന് പറയുന്ന സാധനം. ആ പക്ഷിയുടെ സ്വഭാവം നമ്മൾ അറുത്ത് കളയണം. അഹങ്കാരം എന്ന് പറയുന്ന സാധനം നമ്മിൽ നിന്ന് അറുത്ത് നീക്കണം. ഞാനാണ് ഏറ്റവും നല്ല സൗന്ദര്യവാൻ എന്നല്ല, അല്ലെങ്കിൽ സൗന്ദര്യവതി എന്ന് മയിലുകൾ ചിന്തിക്കും. ആ ഒരു ചിന്ത ഒരു മനുഷ്യ മനസ്സിലുണ്ടാകാൻ പാടില്ല. മമ്പ്രതങ്ങൾ പറയാണ്, അത് നിങ്ങൾ എന്ത് ചെയ്യണം? അറുത്ത് കളയണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറുത്ത് കളഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ത്വാഊസ്. രണ്ടാമത് ദീക്കാണ്, കോഴി. അതിന് കാമവികാരമാണ്. വികാരം എന്ന് പറയുന്ന സാധനമൊക്കെ അല്ലാഹു തആല മനുഷ്യനക്ക് നിഅമത്തായി തന്ന സാധനമാണ്.
പക്ഷെ അത് അധികമാവുക എന്നുള്ളത് ഡേഞ്ചറാണ്. അത് ഹറാമായ കാര്യത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് അതിലേറെ ഡേഞ്ചറാണ്. അപ്പൊ കോഴി എന്ന് പറയുന്നത് കാമവികാരം കൂടുതലുള്ള, ഷഹ്വത്ത് കൂടുതലുള്ള ഒരു ജീവിയാണ് കോഴി. ആ കാമവികാരത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ അദ്കാറുകൾ കൊണ്ടും റിയാള കൊണ്ടും മുജാഹദ കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ അറുത്ത് നീക്കണം നിങ്ങളുടെ ശരീരത്തിൽ. എന്നാലേ നമ്മുടെ വഹ്മ് എന്ന സാധനം, അള്ളാഹു അല്ലാത്തതിലേക്ക് നമ്മളെ മനസ്സിനെ കൊണ്ടുപോകുന്ന സാധനമാണ് വഹ്മ്. അതിനെല്ലായ്മ ചെയ്യണമെങ്കിൽ ഈ സാധനത്തിന് നമ്മളെ നഫ്സിൽ നിന്ന് നീക്കണം. അപ്പൊ ഒന്ന് മയിലിന്റെ അഹങ്കാരമാണ്, 2 ദീക്കിന്റെ കാമവികാരമാണ്, 3 ഉറാബ് ആർത്തി. ഉറാബ് എന്ന് പറഞ്ഞാല് കാക്ക. കാക്ക എപ്പോഴും ആർത്തിയുള്ള ഒരു ജീവിയാണ്. ഏത് ആർത്തി എന്ന് പറഞ്ഞ സാധനം, അത് സമ്പത്തിനോടാണെങ്കിലും സന്താനങ്ങളോടാണെങ്കിലും ഏതിനോടും പതിവിൽ കവിഞ്ഞ് ഉള്ള ഒരു ആഗ്രഹം മുന്നിലേക്ക് കൊടുക്കാൻ പാടില്ല. കൽബിന് എന്ത് ചെയ്യാൻ പാടില്ല. ഇപ്പോ മഹാന്മാര് പറയുന്നുണ്ട്, യാക്കൂബ് നബി അലൈഹി സ്വലാമിനെ യൂസുഫ് നബിയുടെ കയ്യിൽ നിന്ന് അള്ളാഹു താല കുറച്ചു കാലം നീക്കി. എന്താ പരീക്ഷിക്കാൻ കാരണം? അമിത സ്നേഹമായിരുന്നു. യാക്കൂബ് നബിക്ക് യൂസുഫ് നബിയോടും ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോഴാണ് അള്ളാഹു താല എന്ത് ചെയ്തത്? ആ പരീക്ഷണം കൊടുത്തത്. അള്ളാഹു താല നമ്മളെ കാക്കട്ടെ. സ്വാലിഹീങ്ങൾക്ക് പോലും അത് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്റെ അമ്മാവനോടൊക്കെ സംസാരിക്കുകയാണ്. അപ്പൊ അമ്മാവൻ പറഞ്ഞു, പല ആൾക്കാരും ദ്വയർക്കണത് കേൾക്കാ, അള്ളാഹുവേ ഞങ്ങൾക്ക് നീ വല്ല പരീക്ഷണവും തരികയാണെങ്കിൽ ക്ഷമിക്കാനുള്ള കഴിവ് തരണേന്ന്. അങ്ങനെ ദ്വയർക്കരുത്. എങ്ങനെ ദ്വയർക്ക? അള്ളാഹുവേ നിന്റെ ഏത് അള്ളാഹിന്റെ പരീക്ഷണം വന്നാൽ ഞമ്മക്ക് ഏതാ താങ്ങാൻ കഴിയുക? ചെറുതായിക്കോട്ടെ, ഒരു നഖത്തിന്റെ വലിപ്പമുള്ള ഒരു പരീക്ഷണം വന്ന് താങ്ങാൻ പറ്റുമോ? ഇല്ല, കഴിയൂല നമ്മക്ക്. കഴിയൂല, നമുക്ക് കഴിയൂല. അള്ളാഹുവേ ഞങ്ങളിത് പരീക്ഷിക്കരുത് റബ്ബേ. ഞങ്ങൾ ഈമാനിന് കേടുവരുത്തുന്ന ഒരു പരീക്ഷണം ഞങ്ങൾക്ക് ഇനി തരരുതെന്ന് പറയണം. കാരണം അങ്ങനെ പല വിഷയങ്ങളും പല ആളുകളും നമ്മൾ പറയുന്നത് കേട്ടിട്ട് സഹിക്കാൻ പറ്റായിട്ട് പല ദുശ്ചിന്തകളും അവരുടെ മനസ്സിലേക്ക് വരുന്നത്. അള്ളാഹു തആല നമ്മളെ കാക്കട്ടെ. അപ്പൊ ആർത്തി എന്ന് പറയുന്ന സാധനം അത് കാക്കയുടെ സ്വഭാവമാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അറുത്ത് മാറ്റുക. അറുത്ത് മാറ്റുക. ബഹുമാനപ്പെട്ട ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അല്ലെ, അദ്ദേഹം വഫാത്തിന്റെ സമയത്ത് വസിയത്ത് പറഞ്ഞൊരു വസിയത്ത് എന്താണ് അല്ലെ? ഞാൻ മുമ്പൊരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരുപാട് കാലം നാട് ഭരിച്ച ആളാണ്. ഞാൻ ഒന്നും കൊണ്ടുപോകണില്ലട്ടോ, ഈ 3 കഷ്ണം തുണിയല്ലാതെ ഒന്നും ഇല്ലട്ടോ നിങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയണം. അതോടുകൂടെ ആർത്തി എന്ന് പറഞ്ഞ സാധനം ഇല്ലാതെയാവും. ഇനി 4ാമത്തെ ഒന്നാണ് നസുർ, പരുന്തിന് ഒരു ഫഖർ ഉണ്ടാവും, ഒരു വലിയ ആളാന്നുള്ളൊരു തോന്നല്. എന്റെ മേലെ കൂടെ ഒന്നും ആരും പറക്കൂല, പ്ലെയിൻ അല്ലാതെ ഒന്നും പറക്കൂല എന്നുള്ള ഒരു ഫഖർ. ഈ അഹങ്കാരത്തിന്റെ ഒരു ബിയാണ് ശരിക്ക്. അഹങ്കാരം അതിന്റെ ഒരു ഹെഡ് ആണെങ്കിൽ അതിന്ന് ഉണ്ടാകുന്നത് തന്നെയാണ് ഈ പറയപ്പെട്ടതൊക്കെ. ഈ ഫഖർ ഉജ്ബക്ക എന്ന് തന്നെയാണ് ഒരു വലിയ ആളാന്നുള്ളൊരു ഒരു ചിന്ത. ഒരു വലിയ ഒരാളാണ് എന്നുള്ള ഒരു ചിന്ത, അത് ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകാൻ ഒന്നാമത് എന്ത് ചെയ്താൽ അറിയോ? ഒരു പണ്ഡിതനക്ക് അഹങ്കാരം തോന്നുകയാണെങ്കിൽ വലിയ വലിയ ആൾക്കാരിലേക്ക് നോക്കിയാൽ മതി. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഉസ്താദിനെ പോലെ, അതുപോലെ ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിനെ പോലെ, സദഖത്തുള്ള മുസ്ലിയാർ വണ്ടൂർ റളിയല്ലാഹു അൻഹു, അങ്ങനെ പോലത്തെ വലിയ വലിയ ഉന്നതരായ പണ്ഡിതന്മാരുണ്ട്. ഇതൊക്കെ നമ്മൾ അടുത്ത കാലത്തുള്ള, അതിന്റെ മുമ്പുള്ള ആളുകൾ ഇമാം ഗസാലി തങ്ങൾ, ഇമാം നവവി തങ്ങൾ, ഇമാം ഷാഫി തങ്ങളിലേക്ക് നോക്കിയാൽ നമ്മൾക്ക് ഇൽമ് എന്നുള്ള സാധനം നമുക്ക് നമ്മളെ ശരീരത്തിൽ പറയാൻ പോലും പറ്റൂല. അത്രയും ജഹിലും മുറക്കബ് എന്ന് തന്നെ നമ്മളെ കുറിച്ച് എന്ത് ചെയ്യാം പറയാം. അത്രമാത്രം വിഡ്ഢികളാണ് നമ്മൾ ഒരു നിലക്ക് നോക്കുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ അവരിലേക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ ആളാകുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കട്ടെ. അപ്പോ ഈ 4 സാധനങ്ങൾ, ഇത് മാത്രമല്ല കുറെ സ്വഭാവങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുല്ലാ നമ്മുടെ തസ്റീറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ ഒരുപാട് സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ ഇല്ലായ്മ ചെയ്യുമ്പോഴേ ഹൃദയത്തിൽ എന്തുണ്ടാവുള്ളൂ? യഖീൻ ഉണ്ടാവുള്ളൂ. യഖീൻ ഉണ്ടെങ്കിലാണ് അള്ളാഹുവിലേക്ക് മാത്രം തിരിയുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുള്ളൂ. ബഹുമാനപ്പെട്ട അബു യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ അല്ലെ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളും എന്നെ മാടി വിളിച്ചാൽ പോലും ഞാൻ അതിലേക്കൊന്നും എന്റെ ശ്രദ്ധ പോകൂല. കാരണം എന്താണ്? ഓല് രുചിക്കേണ്ട സാധനം എന്താന്ന് മനസ്സിലാക്കി അത് രുചിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്. കാരണം ഹൃദയത്തിൽ ഇങ്ങോട്ട് ഈമാൻ വർദ്ധിച്ച് എന്താണോ നമുക്ക് ഈ ലോകത്തുനിന്ന് ആസ്വദിക്കേണ്ടത്, അള്ളാഹു തആല ആസ്വദിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, അത് ആസ്വദിച്ച ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാരാണ് പറയണത് എന്ത്, സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ എന്നെ മാടി വിളിച്ചാലും
എന്താണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, ഒരു ഹൂർലീങ്ങളാകുന്ന അല്ലേ പല്ലിന്റെ ലങ്കല് കണ്ട് ജിബ്രീല് പോലും അമ്പരന്നിട്ടുണ്ട് എന്നാണ്. അത്രമാത്രം സൗന്ദര്യത്തിന്റെ ഒരു കോട്ടയാണ് സ്വർഗം. ആ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും എന്നെ മാടി വിളിച്ചാൽ പോലും എനിക്കത് വേണ്ട, എനിക്കെന്റെ റബ്ബിനെ മതി എന്ന അവസ്ഥയിലേക്ക് എത്താൻ വല്ല നന്നായി അധ്വാനിച്ചു, നന്നായി പരിശ്രമിച്ചു അവരെത്തി. ഇനിയൊരു കാര്യം കേട്ടോ, ഈ കടമ്പ, ഈ വഹ്മ് ഒരു മനുഷ്യനിൽ നിന്ന് ഇല്ലാതെയാക്കാൻ നല്ല പ്രയാസം. ഇപ്പൊ ഒരു യഥാർത്ഥ ഒരു ഖവാസിന് മാത്രമേ ഈ വഹ്മിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നാ. അവാമിനോ ഖവാസിനോ ഇന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യണത് പറയണത്. അപ്പൊ വഹ്മ് നമ്മൾ എന്ത് ചെയ്യണം, ഇല്ലാതെയാക്കി കഴിഞ്ഞാലേ ത്വമഅ് എന്ന് പറയുന്ന സാധനം ഇല്ലാതെയാകുള്ളൂ. ത്വമ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാത്തിന്റെയും പര്യവസാനം നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അവമാനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഹുബ്ബ് കൊണ്ട് നമ്മളെ ഹൃദയം നിറച്ചാൽ മതി. ഒരിക്കൽ ബഹുമാനപ്പെട്ട, ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് സുഖമില്ലാതെ കിടക്കാൻ. ജലാലുദ്ദീൻ റൂമി എന്ന് പറഞ്ഞാൽ ലോകം ഇഷ്ക് കൊണ്ട് നിറച്ച ഒരു മഹാനാണ്. ലോകം ഇഷ്ക് കൊണ്ട് നിറച്ച ഒരു മഹാനാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൂതന്മാരും വേണ്ട എല്ലാ നിരീശ്വരവാദികളടക്കം വല്ലാതെ മഹബത്തോടു കൂടെ കാണുന്ന ഒരാളാണ് സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു. അദ്ദേഹം സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് സദറുദ്ദീൻ എന്ന് പറയുന്ന ഒരു മഹാൻ ബഹുമാനപ്പെട്ട റൂമിന്റെ അരികിലേക്ക് വന്നു. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ സുഖമില്ലാതെ കിടക്കാണ്. സദറുദ്ദീൻ എന്ന് പറയുന്ന ഈ മഹാൻ അവിടുന്ന് ദ്വായർന്നു, അല്ലാഹുവേ, ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന ഈ മഹാനുഭാവന്റെ രോഗം നീ ശമിപ്പിക്കണേ അല്ലാഹ് എന്ന് ദ്വാർന്നപ്പോ ജലാലുദ്ദീൻ റൂമി പറഞ്ഞു, ആ ശമനം അണക്കിയിരുന്നോട്ടെ, എനിക്ക് വേണ്ടായിരുന്നു. ആ ശമനം നിനക്കിരുന്നോട്ടെ, എനിക്ക് വേണ്ട. ഞാൻ എൻ്റെ ഹബീബും മഹബൂബും തമ്മിൽ ഇനി കൂടിക്കാഴ്ചക്കുള്ള സമയമായിട്ടുണ്ട്. അനുരാഗിയും പ്രണയഭാചനവും തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദുനിയാവിന്റെ വികാരമാകുന്ന രോഗമുണ്ടല്ലോ, അത് ശമിക്കാൻ വേണ്ടി നീ ദ്വയർക്കണ്ട. ആ ശമനം നീ എടുത്തോ. ഞാൻ അള്ളാഹുവിലേക്ക് വസൂലാകാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സമയമെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പുഞ്ചിരിയോടുകൂടെ മരിക്കാൻ, അല്ലെങ്കിൽ അതിയായ സന്തോഷത്തോടുകൂടെ മരിക്കാൻ എന്ത് ചെയ്യണം, നമുക്ക് കഴിയണം. കാരണം മരണം എന്ന് പറയുന്നത് അല്ലാഹു തആല ആദ്യമേ നമ്മൾ തമ്മിൽ കാണാനുള്ള കൂടിക്കാഴ്ചക്ക് വേണ്ടി വെച്ചൊരു സാധന മരണം എന്ന് പറയുന്ന സാധനം. അപ്പൊ അതിന്റെ രുചി അറിഞ്ഞ ആളുകൾ എപ്പോഴും മരിക്കാൻ എന്ത് ചെയ്യുള്ളൂ, ആഗ്രഹിക്കുള്ളൂ. അള്ളാഹുവെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് അല്ലെ. ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ സങ്കടമേ, എന്റെ വിഷമമേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ ബഹുമാനപ്പെട്ടു പറഞ്ഞു, എന്റെ സന്തോഷമേ, എന്റെ ആനന്ദമേ, എന്റെ ആഹ്ലാദമേ, എന്റെ ഹബീബിനെ കണ്ടുമുട്ടാൻ പോവുക. ആ ഒരു സുന്ദരമായ മരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ക്ലാസ് കൊണ്ടൊക്കെ നമ്മുടെ ഈമാൻ വർദ്ധിച്ച് നമ്മളെ ഈമാനിലേക്ക് തന്നെ വർധനവുണ്ടായത് യഖീനിലേക്ക് എത്തി മരിക്കണ സമയത്ത് അങ്ങനെ സുന്ദരമായി എല്ലാവരും കരയുമ്പോൾ നമുക്ക് ചിരിച്ചു മരിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.